നമസ്കാരം. കേരളത്തിൽ എവിടെ മത്സരിച്ചാലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാൻ കരുത്തുള്ള നേതാവ്, സ്ത്രീകൾക്കിടയിൽ ആഴത്തിലുള്ള വേരോട്ടം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കിടയിൽ അമ്മയുടെ പരിവേഷം, അതിലുപരി ആശയത്തിലെ വ്യക്തത, കൃത്യത, ഏതു വേദിയെയും ആവേശം കൊള്ളിക്കാനുള്ള കരുത്ത്, അങ്ങനെ ഉള്ള അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ അത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ആൾക്കാരിൽ ഒരാൾ, അല്ലെങ്കിൽ രണ്ടു പേരിൽ ഒരാൾ എന്ന് പറയാം. അങ്ങനെയുള്ള വ്യക്തിത്വത്തിന് ഉടമയായ ശോഭാ സുരേന്ദ്രനെ എങ്ങനെയും തകർക്കുവാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഭീകരവാദികളുടെയും ഭീകരവാദികൾക്ക് കുടപിടിക്കുന്ന ആൾക്കാരുടെയും ഒറ്റുകാരുടെയും ഒരു ജനസഞ്ചയം, അല്ലെങ്കിൽ ഈ ഭീകരവാദികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ഒറ്റുകാരുടെ എണ്ണവുമുണ്ട്. അവർ ഏത് സമയത്തും പാർട്ടി വിട്ടുപോവുകയും മറ്റു പാർട്ടിയിൽ ചേക്കേറുകയും ചെയ്തുകൊണ്ട് പിന്നിൽ നിന്ന് പിൻകുത്ത് കുത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പലരുമുണ്ടായിരുന്നു. അവരെല്ലാവരും കടന്നൽ കൂടിളകി വരുന്നത് പോലെയാണ് ഇപ്പോൾ ഇളകി വന്നത്. പക്ഷേ പാലക്കാട് അവർ എന്തായിരുന്നു ചെയ്തതെന്നും അവരെന്തിനു വേണ്ടിയിട്ടാണ് പാലക്കാട് എത്തിയതെന്നും അവിടുത്തെ ജനതയ്ക്കറിയാം. ആ ജനത അവർക്കൊപ്പം നിൽക്കും എന്നതിൻ്റെ ഉറപ്പാണ് പാലക്കാട് വിജയിക്കുവാൻ പോകുന്നത്, പാലക്കാട് നിന്നുള്ള റിസൾട്ടിൽ നിന്ന് ലോകമറിയാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഓരിയിടുന്ന കുറുക്കന്മാരെല്ലാവരും അസ്തമിച്ചു പോകും, അവരെല്ലാവരും അപ്രത്യക്ഷരാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒട്ടും അതിശയോക്തി കലരാതെ ഒരു സ്തുതിപാഠകൻ്റെ റോളിൽ അല്ലാതെയാണ് ഈ പറയുന്നത്. കാരണം അവരാരാണ് എന്നതിനുള്ളൊരു വ്യക്തത തത്വമയി ന്യൂസിന് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എത്ര നിങ്ങൾ ആക്രമിച്ചാലും, ഏത് കൂരമ്പുകൾ എയ്താലും, എവിടെ നിന്നൊക്കെ നിങ്ങൾ ഒളിയമ്പുകൾ എയ്താലും, ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ അവർ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു ചരിത്രമുണ്ട്. കാരണം അവർ അക്ഷരാർത്ഥത്തിൽ ഒരു സ്വയം സേവികയാണ്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാൻ കഴിയുന്നതും. ഇന്ന് ഒരു സ്ത്രീ, ബിന്ദു വിജയകുമാർ എന്നാണ് അവർ പേര്, BJPയുടെ പ്രവർത്തകയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ BJPയുടെ പ്രവർത്തക. അവർ പറയുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ പഠിച്ചു വച്ച കാര്യങ്ങൾ ഇടയ്ക്കെവിടെയൊക്കെ വിക്കിപ്പോകുന്നുണ്ട്, ഇടയ്ക്കെവിടെയൊക്കെ തടസ്സപ്പെടുന്നുണ്ട്. പലരും ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ വല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം ഒന്നാണ്, പഠിപ്പിച്ചതാരോ ആണ്, മറഞ്ഞിരിക്കുന്നതാരോ. അവർ പഠിപ്പിച്ചു കൊടുത്തു, പക്ഷേ എല്ലാം പഠിച്ചു പറയുവാൻ അവർ വല്ലാത്ത വ്യഗ്രത കാണിക്കുന്നു, ഇടയ്ക്ക് തെറ്റിപ്പോകുന്നു. ഇത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആൾക്കാർക്ക്. ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും ജനം നിങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ പരാതി പറഞ്ഞു എന്ന് പറയുന്നതും പരാതിപ്പെട്ടു എന്ന് പറയുന്നതും എല്ലാം തെറ്റാണ് എന്ന് ജനം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പറയുന്നത് എന്തൊക്കെയാണ്? ശ്രീനിവാസൻ്റെ വധത്തിൽ ശോഭാ സുരേന്ദ്രന് പങ്കുണ്ടെന്ന്, ഭീകരവാദികളുമായി ശോഭാ സുരേന്ദ്രൻ ഒത്തുകളിച്ചു എന്ന്. എങ്ങനെയാണ് ഇതൊക്കെ പറയുവാൻ കഴിയുക? അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതും ഭീകരവാദികൾ തന്നെയാണ് എന്നതിൻ്റെ ബോധ്യം കേരളത്തിലെ ജനതയ്ക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ആ കമൻറ്റ് ബോക്സിൽ നിന്ന് വ്യക്തമാകുന്നത്. ആരെയും ഈ രീതിയിൽ ആക്രമിക്കുവാൻ പാടില്ല. ഒരു നേതാവിനെയും, പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ എതിർക്കുന്ന നിങ്ങൾക്കിടയിൽ നിന്ന് പോലും അവരെക്കുറിച്ച് പറഞ്ഞത് അവരൊരു നിഷ്കളങ്കയാണ് എന്നാണ്. അത്തരത്തിൽ പറയുവാൻ സാധിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ ആ തികവാർന്ന വ്യക്തിത്വം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശോഭാ സുരേന്ദ്രന് പിന്തുണ ഏറി വരുന്നു എന്നുള്ളതാണ്. പാലക്കാട് SDPIക്ക് വ്യക്തമായ അജണ്ടയുണ്ടായിരുന്നു. സഞ്ജിത്ത് വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന SDPIയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പുതിയൊരു ശക്തി ഉയർന്നു വരുന്നതും, പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ അവിടെ നിന്ന് വിജയിച്ചു വരുന്നത് ഒരു കാരണവശാലും SDPIക്കാർക്ക് അംഗീകരിക്കുവാൻ പറ്റില്ല. അവിടെ ഒരു ഹബ്ബാക്കാൻ ആഗ്രഹിക്കുന്ന ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ എതിർത്തതും ആക്രമിക്കുവാൻ ശ്രമിച്ചതും. സുനിൽ കനകോലുവിനെ പോലുള്ള ആൾക്കാരെ കോൺഗ്രസ് രംഗത്തിറക്കിയപ്പോൾ വരുന്ന ഇലക്ഷൻ്റെ 48 മണിക്കൂറിന് മുന്നേ, അതായത് ഇലക്ഷൻ വരുന്നതിന് 48 മണിക്കൂറിന് മുന്നേ കഥകൾ മെനയുവാൻ തുടങ്ങി കനകോലു. മണലൂരിൽ അത് കണ്ടതാണ്. കിറ്റ് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പല കാര്യങ്ങളും മെനഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തുവാനൊരു പോർമുഖം കനകോലു തുറന്നു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ ഭാഗമായി തീർന്നു. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു.
നേമത്ത് അത്തരത്തിലുള്ള അനുരണനങ്ങളുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. നേമത്ത് എന്തായിരുന്നു പറഞ്ഞത്? മദ്യമൊഴുക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ കാശൊഴുക്കിക്കൊണ്ടുമാണ് BJP പ്രവർത്തനം നടത്തിയതെന്ന്. വല്ലാത്ത അങ്കലാപ്പായിരുന്നു ശിവൻകുട്ടിയുടെ മുഖത്ത് മുഴുവൻ വന്നത്. ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഇത് കാണുന്ന ആൾക്കാർക്കെല്ലാം. പിന്നീട് അദ്ദേഹം ഇടയിൽ പറയുന്നുണ്ടായിരുന്നു GPay വഴിയാണ് BJP ആൾക്കാർക്ക് കാശെത്തിച്ചു കൊടുത്തതെന്ന്. ഇത് സാധ്യമാണോ? കേട്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെ വിലയിരുത്തൂ. ഇനി മറ്റൊരു കാര്യം പറയുന്നത് റെയിൽവേ മെയിൽ സർവീസ് വഴി 4 പെട്ടികൾ വന്നു. ആ 4 പെട്ടികളും BJPക്കാരുടെ അക്കൗണ്ടുകളിൽ BJPക്കാരുടെ അഡ്രസ്സിലേക്കാണ് പോയത്. അത് കമ്മീഷണർ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ഇദ്ദേഹത്തിന് തെറ്റു മനസ്സിലായി. കമ്മീഷണർ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ആൾക്കാർ ചോദിക്കില്ലേ ഇതിൻ്റെ പിറകെ നടക്കില്ലേ എന്ന്. പിന്നീട് അദ്ദേഹം പ്ലേറ്റ് മാറ്റി പറയുന്നു, ഞാൻ കമ്മീഷണറെ പോയി കണ്ടു, അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചാൽ തെറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അന്വേഷിക്കാനാണല്ലോ പോലീസ്, അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല വിഷയം എന്ന് എല്ലാവർക്കും അറിയാം. വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും, UDFും LDFും. നാളിതുവരെ കേരളത്തിനകത്ത് ഇവർ രണ്ടുപേരും തന്നെ ഒറ്റ ചങ്ങായിമാരായി നിലനിന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഇനി അവർക്ക് തരത്തിലുള്ള ഇതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമോ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നത് പോലും അറിയില്ല. അങ്ങനെയാണോ എന്നറിയില്ല. അതിന് വേണ്ടിയിട്ടാണോ ഈ രീതിയിൽ BJP അവിടെ വരുന്നതിനെ എതിർക്കുന്നത്? കാരണം പ്രതിപക്ഷങ്ങൾ ആവോളം ഉണ്ടാകുന്നതാണ് ഭരണപക്ഷത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ശരിയായ പ്രതിപക്ഷം, തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷമുണ്ടാകണം. അല്ലാതെ സർഗാത്മക പ്രതിപക്ഷമാകുവാൻ വേണ്ടിയിട്ടോ അവിടെ സാഹിത്യരചന നടത്തുവാൻ വേണ്ടിയിട്ടോ അല്ല പ്രതിപക്ഷ നേതാവ് ഇരിക്കേണ്ടത്. സത്യത്തിൽ അത്തരമൊരു ആളിൻ്റെ സാന്നിധ്യമാണ് കേരളത്തിന് ആവശ്യം. അങ്ങനെയുള്ള സാന്നിധ്യങ്ങളെ നിറയ്ക്കുവാനാണ് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാരെ തെരഞ്ഞെടുപ്പിൽ NDA കളത്തിലിറക്കിയതും. ശോഭാ സുരേന്ദ്രൻ കൃത്യമായി ചോദ്യം ചെയ്യും. ഉത്തരം കിട്ടുന്നത് വരെയും ചോദ്യം അവിടെ സ്തംഭം കുത്തിയതുപോലെ നിൽക്കും. അത് ഇവർക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. കളികളൊന്നും നടക്കില്ല. SDP എന്തിനാണോ ഇടതുപക്ഷത്തെ പിന്തുണച്ചത്, ജമാഅത്തെ ഇസ്ലാമി എന്തിനാണോ UDFനെ പിന്തുണച്ചത്, ആ പിന്തുണച്ച കാര്യങ്ങൾ മുഴുവൻ വൃഥാവിലായിത്തീരും. നാളെ അവരേതെങ്കിലും തരത്തിലുള്ള കള്ളക്കളികൾ, ഒത്തുകളികൾ ചെയ്താൽ തീർച്ചയായിട്ടും അത് നിയമത്തിൻ്റെ മുന്നിലും പൊതുസമക്ഷവും ആ കാര്യം എത്തിച്ചേരും എന്ന് കൃത്യമായിട്ടറിയാം. വാഗമണിലെ ഭീകരവാദ ക്യാമ്പ് അമർച്ച ചെയ്തത് എങ്ങനെയാണ് എന്ന് കേരളം കണ്ടതാണ്. മാറാട് കലാപത്തിൽ മുസ്ലിം ലീഗ് ഇടപെട്ടപ്പോൾ ആ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ വളച്ചൊടിച്ചത് എന്ന് കേരളം കണ്ടതാണ്. അതൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അതൊന്നും ജനങ്ങൾക്കിടയിൽ എത്താതിരിക്കുവാൻ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ അവിടെ എത്താതിരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വയ്ക്കും. അതിന് എന്തൊക്കെ ഇറക്കേണ്ടി വന്നാൽ, ചില സാറ്റലൈറ്റ് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ PR വർക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റ് ഭാഗങ്ങളിലുമൊക്കെ അവരെ താറടിച്ച് കാണിക്കുവാൻ, കോർപ്പറേഷൻ എത്രമാത്രം ശക്തമായി നല്ല ഭരണം കാഴ്ചവെച്ചാൽ പോലും അതിനെയൊക്കെ താറടിച്ച് കാണിക്കുവാനായിട്ട് ചില റിപ്പോർട്ടർമാർ തന്നെ അതിനു വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറക്കിയിട്ടുണ്ട്. ചില ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്തത് തന്നെ അതിനു വേണ്ടി മാത്രമാണ്. പക്ഷേ പലപ്പോഴും ഇത്തരം ആൾക്കാർ പരാജയപ്പെട്ടു പോകുന്നത് ആശയത്തിൽ കൃത്യമായ വ്യക്തതയുള്ള നേതൃനിര ഉള്ളത് കൊണ്ട് തന്നെയാണ്. കുറിക്കുകൊള്ളുന്ന മറുപടികൾ കേട്ടുകൊണ്ട് അവർക്ക് മടങ്ങേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിവിടുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നിയമസഭയിൽ അത്തരമൊരു ശബ്ദം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിലെ ജനസഞ്ചയം, കേരളത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനസഞ്ചയം അവർ വോട്ട് മറിച്ച് കുത്തുന്നു. എന്തു തന്നെയായാലും, ഏത് രീതിയിൽ നിങ്ങൾ ആക്രമിക്കുവാൻ ശ്രമിച്ചാലും എന്തായാലും വിജയിക്കുവാൻ പോകുന്നില്ല ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ. കാരണം അവർക്ക് വ്യക്തതയുണ്ട് അവരെങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന്. നോക്കൂ, ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ സംഭവങ്ങളും വ്യക്തമായി ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യക്തമായി ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാകും എങ്ങനെയാണ് ഈ പട്ടാപ്പകൽ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണോ. ശിവൻകുട്ടി സഖാവ് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ശിവൻകുട്ടി പറഞ്ഞിരുന്നു, ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒരു കട്ടൻ ചായയോ ഒരു മുറുക്കാനോ ഒക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട് 1000 2000 കൊടുക്കുന്ന ഒരു പതിവ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പക്ഷേ 15,000 10,000 കൊടുക്കുന്നതിന് ശരിയല്ല.
അപ്പോൾ പൈസ കൊടുക്കുന്നത് തെറ്റാണ് എന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും അഭിപ്രായമില്ല. പക്ഷേ NDA കൊടുത്തതിന് വ്യക്തമായി ഒരു തെളിവുമില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അങ്ങനെ തെളിവില്ലാത്തടത്തോളം സമയം വിശ്വസിക്കാൻ കഴിയുക. അതൊന്ന് അൺവൈൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാകും ആരെങ്കിലും ഈ പകൽ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമോ, ഇനി ചെയ്താൽ തന്നെ തങ്ങളോടൊപ്പമുള്ള ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിക്കുമോ, നേതാവ് ഉള്ളപ്പോൾ തന്നെ ചെയ്യിക്കുമോ? ഇതിനൊന്നും ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടേയില്ല. ഈ ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ രീതിയിൽ ശോഭാ സുരേന്ദ്രനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കിറ്റ് വിവാദം, ഒരിടത്തുമില്ലാത്ത ഒരു കിറ്റ് വിവാദം അവിടെ നിന്ന് പൊടുന്നനെ ഉണ്ടായി വരുന്നു. ദേവനെ പോലുള്ള കേരളത്തിൽ വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യന് നേരെ പോലും ആക്രമണങ്ങൾ നടത്തിവിടുന്നു. ഇത് വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം അവർക്കറിയാം CPMൻ്റെ വോട്ട് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന്. ആ ഒഴുക്ക് നിലപ്പിക്കുവാൻ അല്ലെങ്കിൽ ആ ഒഴുക്കിന് തടയിടുവാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ഭൂഷണമല്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുവേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള കച്ച മുറുക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല എന്ന മാധ്യമധർമ്മം ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ മാധ്യമത്തിൻ്റെ ധർമ്മം ഉള്ളത് കൊണ്ട് തന്നെ തത്വമയിക്ക് പറയേണ്ടിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ നിയമസഭയിൽ ഉണ്ടാകണം. തീർച്ചയായിട്ടും അത് ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ രാഷ്ട്രബോധമുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. തികച്ചും ഈ നാട്ടിൽ ജനാധിപത്യം പുലരണമെങ്കിൽ, ഈ നാട്ടിൽ സത്യസന്ധമായിട്ട് മനുഷ്യർക്ക് നെഞ്ചുവിരിച്ച് മുന്നോട്ട് നടക്കണമെങ്കിൽ, ഈ നാട്ടിൽ ഭീകരവാദത്തിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് കത്തിച്ചു കളയണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് തടയിടണമെങ്കിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ നിയമസഭയിൽ എത്തിച്ചേർന്നേ മതിയാകൂ. അതിനുവേണ്ടി ഏത് ഭീകരവാദി വെള്ളം കോരിയാലും ആരൊക്കെ അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുവാൻ വേണ്ടി നിന്നാലും ഒരു കാരണവശാലും അതിനെ അനുവദിക്കുവാനായിട്ട് കേരളത്തിലെ സമൂഹം, കേരളത്തിൽ രാഷ്ട്രബോധമുള്ള ഒരു സമൂഹവും, കേരളത്തിൽ ദേശീയതയെ വിശ്വസിക്കുന്ന ഒരു സമൂഹവും അനുവദിക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.